ഓക്കെ. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ രാവിലെ ആദ്യമേ ട്രേഡേഴ്സിനുള്ള ഒരു ഇൻസൈറ്റ് കൂടെ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ എല്ലാവരും മെസ്സേജ് കണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റിന്റെ പെട്ടെന്നുള്ള ഒരു അനാലിസിസിലേക്ക് വരാം. മാർക്കറ്റ് അനാലിസിസിനുള്ളിൽ ഇപ്പോൾ ഇതൊരു ഹയർ ടൈം ഫ്രെയിം ചാർട്ടാണ്. 4 hours ടൈം ഫ്രെയിം ചാർട്ടിലാണ് മാർക്കറ്റിൽ. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ഓക്കെ ആയി വരാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ ട്രയാങ്കിൾ, റൈറ്റ്? ഇതൊരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിനുള്ളിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇന്നലെയൊക്കെ ഞങ്ങൾ ഈ ഒരു ക്യാൻഡലിനകത്ത് നിന്ന് ട്രേഡ് ചെയ്തപ്പോൾ അത്ര ഭീകരമായിട്ടുള്ളൊരു ഇവിടെ പി കിട്ടിയായിരുന്നു. നമുക്ക് തലേ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ദിവസം നമുക്ക് വലിയൊരു മൊമെന്റ് കിട്ടിയില്ല. കാരണം എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു മൊമെന്റത്തിൽ തന്നെ നമ്മളത് ആ ട്രേഡിനുള്ളിൽ ഒരുപാട് സമയം നിന്നില്ല, ഇറങ്ങി മാറിക്കൊടുത്തു, മാർക്കറ്റിനെ കൺസോൾഡേറ്റ് ചെയ്യാൻ വിട്ടു. സോ ഇത് കൺസോൾട്ടേഷൻ ഒരു ചെറിയൊരു സാധ്യതയുണ്ട്. ബട്ട് മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ ഇവൻ ലൈക്ലി ടു കൺസോൾഡേറ്റ് ഇൻ ബിറ്റ്വീൻ 51,800 to 51,240 എന്നുള്ള ഒരു ഏരിയ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഒരു മൊമെന്റ് വരുവാണെങ്കിൽ നമുക്കത് ലൈവിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ അൾട്രാ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ന്യൂസും ബാങ്ക് നിഫ്റ്റിയുടെ പേരിൽ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നിഫ്റ്റി 50 അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഔട്ടിന്റെ റേഞ്ചിലാണ് നിന്നത്. ഒരു സിമെട്രിക് ട്രയാങ്കിൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് കൺഫ്യൂഷൻ മാറി ഒന്ന് കയറാമെന്ന് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നൊരു ഇൻഫോസിസിന്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അത് അത്ര നല്ലൊരു ന്യൂസ് ഒന്നും അല്ല. പക്ഷെ പെട്ടെന്നൊരു തീരുമാനമൊന്നും അതിന്റെ പേരിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ന്യൂസ് അത്ര രസമുള്ളതല്ല. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പിലാണ്. ഓൾമോസ്റ്റ് ഇവിടെയാണ് നിൽക്കുന്നത്. പക്ഷെ 25 ഈ ഒരു നമ്പറിൽ നിന്നിട്ട് ബയർ ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ടെസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. 880 റേഞ്ചിലേക്ക് ടെസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. സോ ഇന്ന് എക്സ്പയറി ആണ്. സിക്കും പിക്കും കൺഫേംഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുക്കാൻ കുറച്ചുകൂടെ സമയം വേണ്ടി വന്നേക്കാം. പ്രീമിയം ശ്രദ്ധിച്ചോളുക. ബാങ്ക് നിഫ്റ്റി കുഴപ്പമില്ല. ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ലൊരു ക്യാൻഡിൽ ഇതിന് മേളിൽ കയറിയാൽ തന്നെ നമുക്ക് വേണമെങ്കിൽ, അതായത് 660 മേളിൽ വേണമെങ്കിൽ ഒരു ചെറിയൊരു ട്രേഡ് എടുത്ത് ഇതിന്റെ ഒരു ഹൈറ്റ് കവർ ചെയ്യാം. ഇവിടെ തൽക്കാലം ചെയ്യേണ്ട ഒരു ക്ലോസിംഗ്, ഒരു ടൈറ്റ് ക്ലോസിംഗ് ഓർ എൽസ് ആ ക്യാൻഡിൽ ഗ്രോ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ അതിന്റെ കൂടെ നീക്ക് അപ്സൈഡിലേക്ക് വേണമെങ്കിൽ പോകാന്നുള്ളതാണ്. ഡൗൺ സൈഡിലേക്ക് തൽക്കാലം ഇല്ല, നമുക്ക് നോക്കാം. ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു കൺസോൾട്ടേഷൻ ഏരിയ ആണ്. ഇവിടെയും ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആണ്. ഓക്കെ, കൺസോൾട്ടേഷൻ ഏരിയയ്ക്ക് ശേഷം വരട്ടെ. ഇതാണ് ഇതിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ടൈം ഫ്രെയിം പെട്ടെന്ന് വന്ന് മാറ്റാം. നിഫ്റ്റിയിൽ മൊമെന്റം ഉണ്ട് അത്യാവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊമെന്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളത് ഇൻഫോസിസിന്റെ ചാർട്ടും കൂടെ നോക്കണം. ബാക്കി റിലയൻസ്, ബാക്കിയുള്ളവർ ഇന്ന് വിൻഫോൾ ടാക്സിന്റെ ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് വരാൻ സാധ്യതയുണ്ട്. സോ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ റിലയൻസ് നോക്കി വെക്കാം. റിലയൻസ് കയറുന്നുണ്ടെങ്കിൽ ഇൻട്രാഡേയിൽ അവിടെ നോക്കാം. വിൻഫോൾ ടാക്സിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. വിൻഫോൾ ടാക്സിനെ കുറിച്ചൊക്കെ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇൻട്രാഡേ ട്രേഡേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് വിൻഫോൾ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഒരു പെട്ടെന്നുള്ള ഒരു സംഭവം വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരു ലക്കി ഫാക്ടർ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഓയിൽ റിഫൈനറീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ആ ഒരു ലക്കി ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ആ ലക്കി ഫാക്ടറിന്റെ പെർസെൻറ്റേജും ഗവൺമെന്റിലേക്ക് പോകും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. പെട്ടെന്ന് കിട്ടുന്ന, അവർ പ്രതീക്ഷിച്ചുണ്ട്, അവർ വർക്ക് ചെയ്യാണ്ട് കിട്ടുന്ന ഒരു ലാഭത്തിന്റെ ഷെയർ, അത് അവരുടെ ഹാർഡ് വർക്കിലൂടെ കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ ആ കാശ്, അതിന്റെ ഒരു പെർസെൻറ്റേജ് അത് ഗവൺമെന്റിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളത്. ബാങ്ക് നിഫ്റ്റി ലൈക്ലി കൺസോൾട്ടേഷൻ തന്നെയാണല്ലേ. ഈ ചാർട്ട് തന്നെയാണ് ഇതിനുള്ളിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു ഏരിയയൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഈ ഒരു ഏരിയ അത്യാവശ്യം ഓക്കെ, ഏതെങ്കിലും ഒരു ഇത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത്യാവശ്യം നമ്മളൊരു സ്ഥലത്ത് പോയി തട്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നലത്തെ ഹൈയെങ്കിലും അറ്റ്ലീസ്റ്റ് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത്. സോ 660 മേളിലാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ, ഒരു 800 വരെയൊക്കെ നമുക്ക് ട്രേഡ് കിട്ടിയേക്കാം. നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ഇവിടെയും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം 25,140 റേഞ്ചിലേക്കൊക്കെ നമുക്ക് കയറി പോകാൻ സാധ്യതയുണ്ട്. നോക്കുക. ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ടേ ഒരു തീരുമാനം വരുന്നുള്ളൂ. 1-ാം തീയതിയാണ്. സോ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അനാലിസിസ് ഞാൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഈ 2 സെക്ടർ ഞാൻ എടുത്തിട്ടുള്ളൂ. അടുത്ത് നമ്മുടെ ഇതിലേക്ക് വരുന്നില്ല, എന്താണ് ഇൻട്രാഡേയിലേക്ക് തൽക്കാലം വരുന്നില്ല. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ
ശ്രദ്ധിക്കുക. ഞാൻ അനാലിസിസ് ടോപ്പിക്ക് കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ച ഒരു ടോപ്പിക്കാണ്. കാരണം ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് എൻ്റെ ഗ്രൂപ്പിനെ കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യണം. ബിക്കോസ് നിങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും ഒരു റിട്ടേൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നവരാണ്. സോ നിങ്ങൾ കുറേ പേര് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഹാർഡ് വർക്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വെറുതെ വന്ന് ഗ്രൂപ്പിൽ വന്ന് തിരിച്ചു പോകുന്നവരെ ഞാൻ കാണാറുണ്ട്. സോ അവരെ ഞാൻ ഇതിനകത്ത് മീൻ ചെയ്തിട്ടില്ല. ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് ഇതൊരു പാഷനായിട്ട് എടുക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. സോ അതിനുള്ളില് ഏറ്റവും മെയിൻ എന്ന് പറയുന്നത്, സോറി ഞാൻ അങ്ങനെ മീൻ ചെയ്യുന്ന വേറെ ആരെയും അല്ല കേട്ടോ, ഞാൻ ഡയറക്റ്റ്ലി പറയുന്നതാണ്. ഗ്രൂപ്പിനുള്ളിൽ സൈലന്റ് ആയി നിൽക്കുന്നവരുണ്ട്, അവർ ട്രേഡ് ചെയ്യാത്തവരുണ്ട്. ട്രേഡ് ചെയ്താലും നമ്മൾ ആ ഒരു കാര്യമായി നമ്മുടെ എക്സ്പീരിയൻസിൽ പറഞ്ഞാലും അവർക്കത് ഗ്രാബ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് വരാത്ത ആൾക്കാരുണ്ട്. സോ ഞാൻ പറയുന്ന ആ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയറും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ഒരു വലിയൊരു തെറ്റിദ്ധാരണ ഇല്ലെങ്കിൽ വലിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിൽ കാണുന്ന എല്ലാ സ്റ്റോക്കും ഇൻട്രാഡേ സ്റ്റോക്സ് ആണെന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഡെഫിനറ്റ്ലി അങ്ങനെയല്ല. മാർക്കറ്റിൽ കാണുന്ന ഓരോ സ്റ്റോക്കും ഞാൻ ഈ പറയുന്നത് പോലെ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഈസ് യൂണിക്. അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി സ്റ്റോക്ക് ഈസ് യൂണിക്. ഓരോ സ്റ്റോക്കിനും ഓരോ സ്റ്റോക്കിൻ്റെതായ ആ സ്റ്റോക്കിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള 10 പേര് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ 10 പേർക്കും ചെറിയ സിമിലാരിറ്റീസ് കാണും, പക്ഷെ ആരും ഐഡന്റിക്കൽ ആയിരിക്കത്തില്ല. റൈറ്റ്? അത് ഐഡന്റിക്കൽ ട്വിൻസ് എടുത്താൽ പോലും അവർ ഐഡന്റിക്കൽ ആയിരിക്കില്ല. സോ വൈ യു ആർ എക്സ്പെക്ടിങ് ദാറ്റ് തിങ് ഇൻ എ സ്റ്റോക്ക്? ഒരു സ്റ്റോക്കിനെ നമുക്ക് എല്ലാ സ്റ്റോക്കിനെ ഒരുപോലെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്റ്റോക്കിന് ഫസ്റ്റ് ടാർഗറ്റ് മാത്രമേ ഹിറ്റ് ചെയ്യാറുള്ളൂ, ഒരു സ്റ്റോക്കിന് സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. ചില സ്റ്റോക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ടാർഗറ്റും ഈസിലി ഹിറ്റ് ചെയ്ത് പോകും. നമ്മൾ ഇടയ്ക്ക് ക്യാംസോ ഏതൊക്കെയോ കണ്ട് പറക്കുമായിരുന്നു അല്ലെ, ലിറ്ററലി അത് ഫ്ലൈയിങ് ആയിരുന്നു. അതുപോലത്തെ സ്റ്റോക്സ് ഇപ്പോൾ ഓരോ സ്റ്റോക്സ് നമ്മളിപ്പോൾ ടാറ്റ മോട്ടോഴ്സിൽ ട്രേഡ് ചെയ്യുന്ന പോലെ ഫസ്റ്റ് ടാർഗറ്റ് എത്തുമ്പോൾ നമ്മൾ അത് സെല് ചെയ്തിട്ട് പോയാൽ അടുത്ത 2 ടാർഗറ്റും ക്യാൻസലെത്തത് നമുക്ക് മിസ്സാവും. സോ ഓരോ സ്റ്റോക്കും എക്സ്ട്രീംലി വ്യത്യാസമാണ്. അത് ആക്ച്വലി മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ ചുറ്റും ഒരു 1000 ഫ്രണ്ട്സ് ഉണ്ടായിട്ടല്ല അതിൻ്റെ അകത്തുള്ള ആക്ച്വലി നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുക. നല്ല ഒരു 10 ഫ്രണ്ട്സ് വേണം. സെയിം ലൈക്ക് ദാറ്റ് നമുക്ക് ട്രേഡിങ്ങിലും അത് ആപ്ലിക്കബിൾ ആണ്. നല്ല ഒരു പ്രോപ്പർ വാച്ച് ലിസ്റ്റ് വേണം. എല്ലാ സ്റ്റോക്സിലും ഇൻട്രാഡേ ചെയ്യാം. ഐ ആം നോട്ട് ടെല്ലിങ് അറ്റ് റോങ് പെർസ്പെക്റ്റീവ്. എല്ലാ സ്റ്റോക്കിനകത്തും നമുക്ക് ഇൻട്രാഡേ ചെയ്യാം. പക്ഷെ ചില സ്റ്റോക്സ് നമ്മൾക്ക് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഞാൻ പറയുന്നത് ഇൻട്രാഡേ ട്രേഡറിന് മനസ്സിലാവും. ചില സ്റ്റോക്സ് നമുക്ക് ഭയങ്കര ഫേവറബിൾ ആയിട്ട് നമുക്കൊരു കണ്ടീഷണൽ അല്ലാത്ത ഒരു അഫെക്ഷൻ നമുക്ക് ആ സ്റ്റോക്കിനോട് ഫീൽ ചെയ്യും. എൻ്റെ ടു ബി പേഴ്സണൽ, എനിക്ക് എൻ്റെ ലൈഫിൽ വന്നൊരു സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ്, മദർസൺ സുമി. അതിൻ്റെയൊക്കെ സ്റ്റോക്കിൻ്റെ വില, മദർസൺ സ്റ്റോക്കിൻ്റെയൊക്കെ വില ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ മാരിക്കോ എന്നുള്ള ഒരു സ്റ്റോക്ക്, ടാറ്റ കെമിക്കൽസ് അത്ര ഇപ്പോഴും സെറ്റ് ആയിട്ടില്ല എനിക്ക്. എന്നാലും കുറെ സ്റ്റോക്സ് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലർ വാച്ച് ലിസ്റ്റ് ഉണ്ടായി. ഇൻഫി, അതൊക്കെ ഇൻട്രാഡേയിൽ കാശ് കൊണ്ട് നിട്ടാൽ ലിറ്ററലി വിന്നിങ് പ്രോബിലിറ്റി അറൌണ്ട് 80-85% ആണ്. 100 എനിക്ക് പറയാൻ പറ്റത്തില്ല, 100 ഒരു സ്റ്റോക്കിൽ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള വാച്ച് ലിസ്റ്റ് വേണം. നമുക്ക് സ്റ്റോക്സിനെ നോക്കാം, സ്വിങ്ങിൽ നമുക്ക് ഏത് സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, ഫണ്ടമെന്റലി ഗുഡ് ആണെങ്കിൽ, ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇൻട്രാഡേ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ നമ്മുടെ ലൈഫിൽ കുറച്ച് സമയം എടുക്കും. സോ നിങ്ങൾ ഈവൻ യു ആർ എ സീരിയസ് ട്രേഡർ, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാച്ച് ലിസ്റ്റ് ഇല്ല, ഫൈൻ, മാർക്ക് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ മിസ്റ്റേക്കാണ് ഞാൻ ഇവിടെ പറയുന്നത്. രണ്ടാമത്തത്, അതിന്റെ മൂവ്മെന്റിൽ നമുക്ക് ആ പ്രോപ്പർ വാച്ച് ലിസ്റ്റ് വേണം. പ്രോപ്പർ വാച്ച് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സ്റ്റോക്സ്, നിങ്ങളുടെ കൈക്ക് ഉള്ളിൽ എണ്ണാൻ പറ്റുന്ന സ്റ്റോക്സ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. എന്നാലും ഒരു 30-50 സ്റ്റോക്സ് എൻ്റെ കയ്യിലുണ്ടാവും. എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 10 സ്റ്റോക്സ് എനിക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ സ്റ്റോക്സിന്റെ മൂവിങ് പെർസെൻറ്റേജ്, മൂവിങ് മൊമെന്റം എന്നിവ നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിനെ ട്രാക്ക് ചെയ്യാൻ നമുക്ക് കുറെ കാലം വേണ്ടി വരും. അത് പിന്നെ ബെറ്റർ നോളജ് വേണം. ആ നോളജ് ഇല്ലാണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ആ ഒരു
അതിന്റെ മൂവ്മെന്റ് നടന്നാൽ പോലും ആ മൂവ്മെന്റ് നമുക്ക് മനസ്സിലാവാൻ നമുക്ക് ആ ഒരു ആവശ്യത്തിനുള്ള ഒരു അഡിക്വേറ്റ് നോളജ് അതിനകത്ത് വേണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനകത്ത് നമ്മൾ ആ കോഴ്സൊക്കെ നടക്കുമ്പോൾ നമ്മൾ അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അത് പഠിച്ച ആൾക്കാരുണ്ട്. ഇപ്പൊ അർജുനുണ്ട്, സനിലുണ്ട്, ഫായിസ് ഉണ്ട്, ഒരുപാട് പേര് ഇതിൻ്റെ അകത്തുണ്ട്. ഗ്രൂപ്പിനകത്ത് തന്നെ ഓൾറെഡി ഒരു 1/8 എന്ന് പറയുന്നത് ഗ്രൂപ്പിന്റെ 1/8 ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്. സോ അവർക്കറിയാം അത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു വരിക എന്നുള്ളത്. സോ ട്രൈ ടു ലേൺ. സ്വന്തമായിട്ടും ഇത് പഠിക്കാം, പോയി ഇരുന്നും പഠിക്കാം. അത് അവരവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ രണ്ട്, സ്റ്റോക്കിന്റെ മൂവ്മെന്റ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ടൈം ആവാറായി മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ മാർക്കറ്റ് ഇപ്പർ സൈഡിൽ ഓപ്പൺ ചെയ്ത് ഇട്ടിരിക്കാം. അപ്പോ നിങ്ങൾക്ക് അതും കൂടെ മനസ്സിലാവും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഇത് ഓപ്ഷൻ ട്രേഡറിനാണ്. ഇൻട്രാഡേയിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക്. നേരത്തെ ഞാൻ സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഒരുപാട് എക്സ്പയറി നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. സോ എല്ലാ എക്സ്പയറിയിലും ട്രേഡ് ചെയ്യുന്ന അത്ര നല്ലൊരു പരിപാടിയല്ല. ഇതേ സംഭവം തന്നെ ആപ്ലിക്കബിളി ടു ഇൻഡെക്സ് ടു. അപ്പോൾ ഇൻഡെക്സിനകത്ത് സെൻസെക്സ് ഉണ്ട്, ബാങ്ക് എക്സ് ഉണ്ട്, ഫിൻ നിഫ്റ്റി ഉണ്ട്. I personally won't trade on that type of instruments because എനിക്ക് വളരെ കണ്ടീഷണൽ, വളരെ ഫേവറബിൾ ആയിട്ടുള്ള രണ്ട് സിറ്റുവേഷൻ ആണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി. സോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വ്യക്തി പോലും ബാക്കിയുള്ള മൂന്നെണ്ണം അവോയ്ഡ് ചെയ്യുമ്പോൾ യു ആർ ഗോയിങ് ടു ദാറ്റ് ഇൻസ്ട്രുമെന്റ്. അവിടെ അതിൻ്റെ അകത്ത് വോളറ്റൈലിറ്റി ഉണ്ട്, മാനിപ്പുലേഷൻ ഉണ്ട്. സോ അത്ര ആൾക്കാരില്ലാത്ത, ലിക്വിഡിറ്റി കുറഞ്ഞിരിക്കുന്നിടത്ത് മാനിപ്പുലേഷൻ, വോളറ്റൈലിറ്റി ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. സോ അത് ഒരു ബിഗിനറിന് മനസ്സിലാക്കാൻ സാധിക്കണം എന്നില്ല. സോ അത് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ 5 എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഓരോ എക്സ്പയറിയിലും നമ്മുടെ പ്രീമിയം ഓൾമോസ്റ്റ് 50% to 100% ഡൗൺ ആവുന്നുണ്ട്. സോ എല്ലാ 5 ദിവസവും പ്രീമിയം 50% or 100% ഡൗൺ ആവുന്ന ഒരു സ്ഥലത്തല്ല ട്രേഡ് ചെയ്യാനുള്ളത്. ഒരു വീക്കിൽ ഒരിക്കലും ഒരു റിസ്ക് എടുക്കാം. മനസ്സിലാകുന്നുണ്ടോ? ഒരു റിസ്കിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. എക്സ്പയറി, നമ്പർ ഓഫ് എക്സ്പയറി കുറഞ്ഞിരിക്കുന്നത് നമ്മുടെ ക്യാപിറ്റലിനെ സേവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ദിവസം റിസ്ക് എടുക്കാം. ബാക്കി 4 ദിവസം അതിനെ കവർ, ഇൻ കേസ് അവിടെ ലോസ് ഉണ്ടായാൽ അതിനെ കവർ ചെയ്ത് തിരിച്ചു വരാം. നിങ്ങളുടെ മിസ്റ്റേക്കിനെ നിങ്ങൾക്ക് പഠിക്കാം. ഫൈൻ. അടുത്ത് ഏറ്റവും മെയിൻ ആയിട്ട് പറയാനുള്ളത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഓവർ ട്രേഡിംഗ് എന്നുള്ളതാണ്. കാരണം ഇത്രയും 5 എക്സ്പയറിയിൽ പോയി ട്രേഡ് ചെയ്യുന്ന എൻ്റെ ലേറ്റസ്റ്റ് ബാച്ചിലുള്ള ആൾക്കാർ വരെ സെൻസെക്സിലൊക്കെ പോയി ട്രേഡ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു എല്ലാ ദിവസവും റിസ്ക് എടുക്കുമ്പോൾ ഒന്ന് നമ്മുടെ എക്സോസ്റ്റഡ് ആവും, നമ്മുടെ മൈൻഡ് കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ല. നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്ത് ടയേർഡായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം വന്നിട്ട് നിങ്ങളോട് ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. സോ അതേ സംഭവം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ആപ്ലിക്കബിൾ ആണ്. സ്റ്റോക്സിനകത്ത് നമ്മൾ എല്ലാ ദിവസവും എക്സ്പയറി എടുക്കുന്ന അത്ര നല്ലൊരു പരിപാടിയല്ല. അതുപോലെ എവ്രി ഡേ ഈസ് നോട്ട് എ ട്രേഡിംഗ് ഡേ എന്നുള്ളത് മോസ്റ്റ്ലി ഇപ്പോഴും ആർക്കും മനസ്സിലാവാത്തൊരു സംഭവമാണ്. 5 ദിവസവും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെന്നില്ല. ഇന്നലെ മാർക്കറ്റിനകത്ത് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇന്നലെ ഞങ്ങൾ ആ കൂടെ 2 ട്രേഡ് എന്തോ എടുത്തിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്തുകൊണ്ട്? അത് കണ്ടിട്ടൊരു രസം തോന്നുന്നില്ല. സോ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ആ ഒരു മാർക്കറ്റിനകത്ത് വലിയ ഒരു ഗുണമില്ലാത്ത മാർക്കറ്റ് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അല്ലെ. അതിനകത്ത് നിൽക്കണം എന്ന് നിർബന്ധമില്ല. നിന്ന് കഴിഞ്ഞാൽ ഓവർ ട്രേഡ് ചെയ്യും. അന്ന് 10 ട്രേഡ് എടുക്കും. ഐ തിങ്ക് ഇന്നലെ വൈശാഖ് എന്തോ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഓവർ ട്രേഡ് ചെയ്തു എന്നുള്ളത്. ആ മാർക്കറ്റ് സൈഡ് വേസ് മാർക്കറ്റിനകത്ത് ഓവർ ട്രേഡ് ചെയ്തു. ഐ തിങ്ക് വൈശാഖ് ഇവിടെ ഉണ്ടോ? വൈശാഖ് ഇപ്പൊ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, പ്രോഫിറ്റിലാണ് ഇറങ്ങിയെങ്കിൽ പോലും ആ പ്രോഫിറ്റിന്റെ 50% ബ്രോക്കറേജ് എടുത്ത് കൊടുക്കേണ്ടി വരും. സോ ബ്രോക്കറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല ഒരു ബിഗിനർ. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇന്നും ഒരു ബിഗിനർ ബ്രോക്കറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പണ്ട് അതായത് ഇപ്പോ സെബിയുടെ റൂള് വരുന്നതിന് മുന്നേ ഇപ്പോൾ നിങ്ങൾ സിറോദയിൽ കൊടുക്കേണ്ടി വരിക 65 രൂപയാണെന്നുണ്ടെങ്കിൽ ആ 65 രൂപയ്ക്ക് പകരം ഇനി അടുത്ത് ചിലപ്പോൾ 80 രൂപ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുമായിരിക്കും ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഒരു ദിവസം 5 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 400 രൂപ നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു ബിഗിനർ ചിലപ്പോൾ അവിടെ ക്യാപിറ്റൽ ഇടുക 10,000 ഒക്കെ ആയിരിക്കും. സോ അവിടെ നിന്നിട്ട് നമ്മളൊരു 1,000 റുപ്പീസ് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ 400 രൂപ പോവാണ്. ലാഭത്തിന്റെ 400 രൂപ പോവാണ്. അടുത്ത ദിവസം നമ്മൾ നഷ്ടം ഉണ്ടാക്കുമ്പോഴോ ആ നഷ്ടം പ്ലസ് 400 രൂപ പോവാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മളൊരു 400 മാറ്റിക്കൊണ്ടിരിക്കുക. ലിറ്ററലി നമ്മൾ ട്രേഡ് ചെയ്ത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മുടെ കയ്യിൽ വലുതായിട്ട് കാശ് വരുന്നില്ല. നിങ്ങൾ ഇൻട്രാഡേയിൽ സക്സസ്ഫുൾ ആയിരുന്നാൽ പോലും, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, സക്സസ്ഫുൾ ആയിരുന്നിട്ട് പോലും മീഡിയം ക്യാപിറ്റൽ, ചെറിയ ക്യാപിറ്റൽ ആയിരുന്നത് കൊണ്ട് തന്നെ
ലാഭം എടുത്തു, എന്തെങ്കിലും കിട്ടിയോ? ഇല്ല. പക്ഷെ അവിടെ നോളജ് കിട്ടി, നമ്മുടെ കഴിവിനെ ബെറ്റർ ആക്കാൻ പറ്റി എന്നുള്ളൊരു സമാധാനത്തിൽ വീണ്ടും 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 ട്രേഡ് ചെയ്യാൻ പറ്റി. സോ ക്വാളിറ്റി ബെറ്റർ ആയപ്പോഴേക്കും ക്യാപിറ്റൽ കൂട്ടിയപ്പോൾ ഇവൻച്വലി പ്രോഫിറ്റ് നമുക്ക് വെളിയിലെടുക്കാൻ പറ്റി. സോ അതുവരെ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് പറയുന്നത്, പഠിക്കുന്നതല്ല അവിടെ വിഷയം, അത് പ്രാവർത്തികമാക്കി നമുക്ക് വെളിയിൽ കിട്ടാൻ കുറച്ച് സമയം കൂടെ എടുക്കും. ആ ഒരു സമയം വരെ നമ്മൾ ക്യാപിറ്റൽ അധികം ഇറക്കണ്ട, ഇതൊന്ന് സെറ്റിൽ ആവട്ടെ എന്ന് പറയുന്നതിന്റെ റീസൺ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇതിനകത്ത് ഞാനൊരു 5-6 പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് പറയുന്നതിന് പരിമിതിയുണ്ട്, എന്റെ ട്രേഡ് അവിടെ മിസ്സാവാൻ സാധ്യതയുണ്ട്. സോ ഞാൻ അവിടേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പറയണം എന്ന് വിചാരിച്ചു. എന്റെ ഗ്രൂപ്പിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്നിട്ടും അതിൽ കുറെ മിസ്റ്റേക്സ് കാണേണ്ടതുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വസി, ഐ തിങ്ക് ഇതിനകത്ത് ലൈവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. വസിയൊക്കെ ചെറിയ മിസ്റ്റേക്സ് ഇതുപോലെ സ്റ്റോക്സ് ഒക്കെ പിക്ക് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഞാൻ കാണാറുണ്ട്. സോ ആ സ്റ്റോക്സിലൊക്കെ ട്രേഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സ്വിംഗ് ട്രേഡ് ചെയ്യാം. ഇൻട്രാഡേ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്. സോ ഇവിടെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ പേഴ്സണലി കയറുന്നില്ല. 25040 എബോ ഒരു ട്രേഡ് ഉണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് പേഴ്സണലി കയറാൻ പറ്റത്തില്ല. കയറണം എന്ന് നിർബന്ധമില്ല. ഒരു ഓപ്പണിംഗ് റേഞ്ച് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് വിടാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതവിടെ നിന്നോട്ടെ. ഇന്നത്തെ ലോ SL കീപ്പ് ചെയ്യാൻ മൊമെന്റം ഞാൻ ബാക്കി നോക്കിയില്ല. എനിക്ക് ഇതിന്റെ ചുറ്റും കുറെ കാര്യങ്ങൾ നോക്കിയാലേ ആക്ച്വലി ട്രേഡിൽ കയറാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ വന്നിട്ട് റിലയൻസ് അനങ്ങിയിട്ടില്ല. റിലയൻസ് 30-30ക്ക് മേളിൽ നോക്കി വെച്ചു. പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 30-30ക്ക് മേളിൽ നല്ലൊരു മൊമെന്റം വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. സോ ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നത്, അതായത് ചെറിയൊരു ഫ്ലാറ്റ് ഓർ ഈവൻ സ്ലൈറ്റ്ലി ബുള്ളിഷ് ആണ്. കുറച്ചുകൂടെ ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഈവൻ മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കും. സോ ഇത് ലാഭത്തിൽ കയറാനുള്ള സാധ്യതയുണ്ട്. ഇൻഫോസിസ് ആസ് എക്സ്പെക്ടഡ് ഞാൻ പറഞ്ഞു അല്ലെ, 32,000 കോടി രൂപയുടെയോ 3,200 കോടി രൂപയുടെ എന്തോ ആണ് ഇൻഫോസിസിന്റെ മേളിൽ വന്നിരിക്കുന്ന ഒരു GSTയുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. അത് അത്ര നല്ലൊരു പരിപാടിയല്ല. സോ ഇൻഫി താഴെ വരുന്നു, പക്ഷെ ഹെവി വെയിറ്റ് അല്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. HDFC ബാങ്ക് ട്രേഡിംഗ് അറൌണ്ട് 1620 പ്ലസ് നല്ലൊരു സൈനാണ്, ഒരു ബുള്ളിഷ് സൈനാണ്, ചെറിയൊരു ബുള്ളിഷ് സൈനാണ്. സോ അതാണ് മാർക്കറ്റിനെ ഈ ഒരു ട്രയാങ്കിളിന്റെ ടോപ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് നല്ലൊരു ട്രേഡ് അപ്സൈഡിലേക്ക് കിട്ടാം. ഇല്ലെങ്കിൽ ഈ ട്രയാങ്കിളിൽ നിന്ന് ഇത് തിരിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് താഴേക്ക് വന്നേക്കാം. സോ നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ഇവിടെ അത്യാവശ്യം നമ്മുടെ ലൈനിന്റെ മേളിലോട്ട് വന്ന് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു റീടെസ്റ്റ് ചെയ്ത് കയറി പോകാൻ സാധ്യതയുണ്ട്. സോ നോക്കുക. അപ്പോൾ ഇവൻ കയറി പോകാൻ തുടങ്ങുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ചെറുതായിട്ട് അനങ്ങാൻ തുടങ്ങും. ബാങ്ക് നിഫ്റ്റി കയറാൻ തുടങ്ങിയാലും ഇവൻ മൂവ് ചെയ്യാൻ ശ്രമിക്കും. സോ ഇതുവരെ ഒരു ബുള്ളിഷ് സെന്റിമെന്റ്സ് ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്. കൺഫേംഡ് ട്രേഡ് അല്ല, സ്ലൈറ്റ് ട്രേഡ് മാത്രമേ നിൽക്കുന്നുള്ളൂ. നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. 1628 മേളിൽ വീണ്ടും ബുള്ളിഷാണ്. ചാർട്ട് കയറുന്നുണ്ട്. HDFC ബാങ്ക് നോക്കുക. ബാക്കി എല്ലാ സ്റ്റോക്സും ഇൻട്രാഡേയിൽ നോക്കാനാണെങ്കിൽ ഈ ഇത്രയും സ്റ്റോക്സ് നിങ്ങൾക്ക് നോക്കാം. റിലയൻസ് നോക്കാം. ബാക്കിയുള്ള സ്റ്റോക്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്തു തരാം ലൈവില്. നിങ്ങളുടെ ട്രേഡിംഗ് ടൈം ഞാൻ കളയുന്നില്ല. ഇറ്റ്സ് മൂവിങ്. ഓക്കെ, അതിന്റെ റീസൺസ് ഞാൻ വിത്ത് വാലിഡ് റീസൺ, ഇത് എന്താണ് സ്പെക്കുലേറ്റീവ് അല്ല, കൃത്യമായിട്ടുള്ള അനാലിസിസ് ആണ്. എന്നാലും നമ്മുടെ SL ഹിറ്റ് ചെയ്തേക്കാം, അത് കുഴപ്പമില്ല. അനാലിസിസ് ചെയ്തിട്ട് SL ഹിറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല. ഞാൻ മാർക്കറ്റ് കയറും എന്ന് ബ്ലൈൻഡ് ആയിട്ട് വിചാരിച്ചുകൊണ്ട് പൊസിഷൻ എടുക്കുന്നതിൽ ലാഭം കിട്ടിയാൽ പോലും നമുക്കതൊരു ക്വാളിറ്റി ട്രേഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. സോ ട്രേഡ് സേഫ്. ഐ തിങ്ക് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് ഹിറ്റ് ആവുന്നുണ്ട്, 880. ലൈവിലേക്കുമ്പോൾ ഇങ്ങനെയാണ്, നമുക്ക് ട്രേഡ് മിസ്സാവും, അതൊന്നും കുഴപ്പമില്ല. ടൈം ഉണ്ട്, നമ്മുടെ കയ്യിൽ നോളജ് ഉണ്ട്, നമ്മൾ ട്രേഡ് എടുത്ത് പിന്നീട് കയറി വരും, അത് കുഴപ്പമില്ല. രാവിലത്തെ ഫസ്റ്റ് ട്രേഡാണ് എനിക്കത് മിസ്സായത്, കുഴപ്പമില്ല, ദാറ്റ്സ് ഓക്കെ. 720 എബവ് എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് റേഞ്ചാണ്. ഒരു 700 ഓർ 720 എബവ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. 800 ഫസ്റ്റ് ടാർഗറ്റ്, 880 സെക്കൻഡ് ടാർഗറ്റ്, 960 തേർഡ് ടാർഗറ്റ് ആണ്. പോസിബിളി അത് വീണ്ടും ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു ലൈവിന്റെ ഇടയിൽ മിസ്സായിരിക്കും. ഓൾമോസ്റ്റ് ഒരു 2 to 2.5K ആ ഒരൊറ്റ ക്യാൻഡലിൽ മിസ്സായിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഗ്രൂപ്പിനെ മാനേജ് ചെയ്യുക, ഗ്രൂപ്പിലുള്ളവരും പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ളൊരു പ്രോഫിറ്റിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ വന്നത്. എൻ്റെ ഇന്നത്തെ ആദ്യത്തെ ട്രേഡിനെ കുറിച്ച് ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. സോ ഞാൻ ആ എടുക്കുന്ന എഫേർട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ബെറ്റർമെന്റിനായിട്ട് ശ്രമിക്കുക. ആക്ച്വലി അത് പറ്റും, കുറച്ച് സമയം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. പറ്റും എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പക്ഷെ സമയം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. ആ സമയം നിങ്ങൾക്ക് കൊടുക്കും. നിങ്ങൾ സമയം കൊടുക്കാണ്ട് മാർക്കറ്റിനകത്ത് ഇതൊന്നും കിട്ടത്തില്ല. നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് 10 ദിവസം വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല. അത് അങ്ങനെയല്ല, തിരിച്ചു തന്നെ വരണം. ഓക്കെ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല.
പിന്നെ അടുത്ത ബാച്ചിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ August 14, 15 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഇവിടെ ജസ്റ്റ് പറയാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രീ ആണ്, 10-15 ദിവസത്തേക്ക് ഫ്രീ ആണ്. അപ്പോൾ എന്തെങ്കിലും എൻ്റെ കയ്യിലിരിക്കുന്ന പഴയ നല്ല വീഡിയോസ് ആണെങ്കിലോ നല്ല ഓഡിയോ ബുക്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാൻ സ്റ്റുഡൻസിന് നേരത്തെ കൊടുത്ത് അവരുടെ മൈൻഡ് ഒരു പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാറുണ്ട്. സോ അതൊരു മോൾഡിംഗ് ആണ്. നമ്മൾ ബാച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടീമിനെ മോൾഡ് ചെയ്തെടുക്കാൻ നമ്മളാണ്. സോ അവർക്ക് ആ ഒരു ടൈം ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് വരാം. ടെസ്റ്റ് ഗ്രൂപ്പിനുള്ളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് ഫീ പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അത് കുഴപ്പമില്ല. സോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആ ഫയൽസ് അവിടെ ഇടുന്നുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്നോ, ജോയിൻ ചെയ്തോ. മാക്സിമം ചെറിയൊരു ഫീൽ അവിടെ പഠിപ്പിക്കുന്നു. പുറത്ത് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഫീന്റെ ഓൾമോസ്റ്റ് 50% ആണ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. കാരണം നമ്മൾ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാത്തതിന്റെ കാരണം തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഫീ മേടിക്കേണ്ടി വരും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് അത് മാക്സിമം പൊട്ടൻഷ്യലി ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഓഫീസ് പോലും സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നത്. ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ചെയ്യാത്തതിന്റെ റീസൺ അത് ഫീ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഗ്രാബ് ചെയ്യേണ്ടി വരും. അത് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് അത് അവിടെ പോകുന്നത്. സോ മാർക്കറ്റിൽ ഒരു ചെറിയൊരു കൺസൾട്ടേഷൻ ഇവിടെ ഹിറ്റ് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു കൺസൾട്ടേഷൻ, വലിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഇതൊരു ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്ത് കയറി പോയേക്കാം. ശ്രദ്ധിക്കുക, മാർക്കറ്റിൽ ഇനി ഒരു 50,000 52,000 കയറാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ എന്റെ ടാർഗറ്റ് എന്താണ്? 51,960 അല്ലേ? ആ ഒരു റേഞ്ചിൽ 960 to 200 പോകാനുള്ള ഒരു സെറ്റപ്പ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ക്യാൻഡിൽ അത്ര രസമില്ല, എന്നാലും അടുത്ത ക്യാൻഡിൽ കുറച്ചുകൂടെ മേളിലോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്കാൽപ്പ് ചെയ്യാം. സ്കാൽപ്പേഴ്സ് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം ഈ ഒരു പൊസിഷൻസ്. ഇതൊരു ലോങ് ലെഗ്ഡ് ഡോജിയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ ക്യാൻഡിലിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഒരു കൺസർട്ടനിറ്റി നിപ്പുണ്ട്. അത് ബ്രേക്ക് ചെയ്യുന്നതാണെങ്കിൽ സ്കാൽപ്പേഴ്സിന് കയറാം. രണ്ടാമത്തെ ട്രേഡ് എനിക്ക് മിസ് ചെയ്യാണ്. കുഴപ്പമില്ല, ഞാൻ ഇറങ്ങുവാണ്. അതേ പോയി ആ സ്കാൽപ്പിംഗ് സംഭവം കയറി വരുവാണ്. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ ഇവിടെ നോക്കിക്കോ. ഞാൻ പറഞ്ഞ റിലയൻസ് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ 3018 കണ്ടതാണ്. 3030 ആയിട്ടുണ്ട്. നോക്കി ട്രേഡ് ചെയ്യുക. HDFC ബാങ്ക് ഇനി അടുത്ത ലെവൽ 1628 എബോവ് എന്നുള്ളത് നോക്കാം. കൊഡാക് ബാങ്ക് 1815 or 16 എബോവ് നോക്കാം ഇൻട്രാഡേ. സോ ICICI ബാങ്ക് 1120 എബോവ് തന്നെ അത് ഒരു ട്രേഡാണ്. ഇപ്പോൾ ഓൾറെഡി വാലിഡ് ആയിട്ട് നിൽക്കുമായിരിക്കും. ട്രേഡ് ചെയ്യുക. SBI 878 മേളിൽ, ഇല്ലെങ്കിൽ 880 മേളിൽ നല്ലൊരു ട്രേഡ് കിട്ടും. നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ക്യാൻഡിൽ ഒരു ഗ്രൂയിങ് ക്യാൻഡിൽ കിട്ടട്ടെ. നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ക്യാൻഡിൽ കിട്ടട്ടെ. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഓൾറെഡി അത് പറക്കുവാണ്. എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് രണ്ടാമത്തെ എൻട്രി എനിക്ക് മിസ്സായി. അറിയാം, നിങ്ങൾക്ക് ഒരു അരമണിക്കൂറിനകത്ത് ഞാൻ ആദ്യത്തെ 2 ട്രേഡ് തീർക്കാറുണ്ട്. ഫസ്റ്റ് ക്യാൻഡിലിന്റെ ട്രേഡ് ആദ്യത്തെ പോയി, ഇത് രണ്ടാമത്തെ ട്രേഡ് കയറിയിട്ടുണ്ട്. ഇതിന് മേളിൽ ക്ലോസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ട്രേഡിന്റെ സ്കാൽപ്പിംഗ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനെ ട്രയൽ ചെയ്യും. രണ്ടാമത്തെ ട്രേഡ് ആയതുകൊണ്ട് തന്നെ ഇത് വാലിഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അത് ട്രേഡ് 15 മിനിറ്റ് ചിലപ്പോൾ ഒന്നുകിൽ ഇതായിരിക്കും റേഞ്ച്, മാർക്കറ്റിന്റെ ഓപ്പണിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇതായിരിക്കാം. ഇല്ല, ഈ റേഞ്ച് എങ്ങാനും ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഫ്ലൈ ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, മാർക്കറ്റ് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് പറക്കും, വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് പറക്കും, വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് പറക്കും. അങ്ങനെ ഒരു ഡേ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇത് ബ്രേക്ക് ചെയ്ത് അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു റേഞ്ചിലോട്ടൊക്കെ പൊക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഫ്ലൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാം. സോ ഒരു സിമെട്രിക് ട്രയാങ്കിൾ ആയതുകൊണ്ട് സേഫ് ആയിട്ട് ട്രേഡ് ചെയ്തോ. ഇല്ല, ഒരു ഫ്ലാഗ് ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നല്ലൊരു മാർക്കറ്റിനെ ഞാൻ പ്രഡിക്ട് ചെയ്യാൻ പറയുമായിരുന്നു. അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇങ്ങനെ ജസ്റ്റ് വന്ന് ഇനി റീടെസ്റ്റ് ചെയ്ത് കയറി പോകുന്നതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. നോക്കുക, നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇത് റീടെസ്റ്റ് എൻട്രിക്ക് വേണമെങ്കിൽ ഇതിനെ താഴോട്ട് ഇങ്ങോട്ട് മാറ്റി പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഡൗട്ട്സ് ഇല്ല? ഓക്കെ, ഞാനപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഗ്രൂപ്പിൽ റെക്കോർഡ് വീഡിയോ ഇട്ടിരിക്കാം. ആവശ്യമുള്ളവർക്ക് വരാം, ഡൗൺലോഡ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. ബൈ. Thank you.